ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവ് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന SITയുടെ റിപ്പോർട്ട് വരുന്നു എന്ന വിവരമാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വിവരം. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ്. കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും ഇടപെട്ടില്ല. ആചാരലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു എന്നാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. SIT റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ അറസ്റ്റ് നടന്നതിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്ന സമയത്താണ് ഈ വിവരം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നും ഇതിലെ പങ്കുകാരനായി തന്ത്രി മാറിയെന്നും ഇതിലെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് തന്ത്രി കണ്ഠരര് രാജീവർ എന്നുമാണ് SITയുടെ റിപ്പോർട്ട്. അരുൺ രാജ് നമ്മളോടൊപ്പമുണ്ട്. അരുൺ, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുകയായിരുന്നു, എന്ത് തെളിവാണ്, എന്ത് കുറ്റമാണ് തന്ത്രി കണ്ഠരര് രാജീവർ ചെയ്തത്, അവിടെ എല്ലാ സർവാധികാരിയാണ് എന്ന് പറയുമ്പോഴും കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം കണ്ഠരര് രാജീവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ്. എന്താണ് SITയുടെ കണ്ടെത്തൽ? റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്തൊക്കെ? GK പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഇക്കട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. തന്ത്രി ഗൂഢാലോചന നടത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് 1, 9, 10 പ്രതികളുമായി ചേർന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തലായി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അഭിഭാഷകന് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൈമാറുന്നതിന് താന്ത്രിക വിധികൾ പാലിച്ചില്ല. ദേവന്റെ അനുജ്ഞ വാങ്ങിയല്ല ഇത്തരത്തിൽ കൈമാറിയത്. തുടർന്നും ഇത്തരത്തിൽ സ്വർണം പൂശിയ സാധനം പുറത്തേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അത് ബോർഡുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനോ ഈ ബോർഡിനെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാനോ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. ആചാര ലംഘനത്തിനൊപ്പം തന്നെ ഗൂഢാലോചനയിലും ഈ തന്ത്രി കണ്ഠരര് രാജീവർ പങ്കെടുത്തു, അതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പാളികൾ കൊണ്ടുപോകാൻ അനുവാദം നൽകിയത് അത് കുറ്റകരമായ അനാസ്ഥയാണ്. ഇതിൽ ബോർഡിന് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും 1, 9, 10 പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്യായമായ ലാഭം കൈക്കലാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് SITയുടെ ഈ കണ്ടെത്തലായി ചൂണ്ടിക്കാട്ടുന്നത്. 13ാം പ്രതിയായിട്ടാണ് കട്ടിളപ്പാളി കേസിൽ ഈ തന്ത്രി കണ്ഠരര് രാജീവനെ ഇപ്പോൾ പ്രതിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. സ്വർണ്ണപ്പാളിയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം, അതുപോലെ തന്നെ പ്രഭാപാളി, ഇവയെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ കൃത്യമായ അനുവാദമായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് വിവരം നൽകിയത്. ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയായിരുന്നു, പണം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ആ വിവരങ്ങൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന്. അരുൺ രാജ് നേരത്തെ തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന വിവരം അറിയിച്ചത് അരുൺ രാജാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ SITയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. അതിന്റെ പകർപ്പ് 24 ലഭിച്ചു. ആ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. എന്താണ് തന്ത്രി ചെയ്ത കുറ്റം, ഏത് കുറ്റത്തിന്റെ പേരിലാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്ന ചോദ്യം ഈ ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഈശ്വർ ഉന്നയിച്ചിരുന്നു. തന്ത്രി ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തു, ഗൂഢാലോചനയിൽ ഭാഗമായി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനുള്ള അനുജ്ഞ കൊടുത്തു, ഒപ്പം ഇതിൽ ലാഭമുണ്ടാക്കി എന്നാണ് കണ്ടെത്തൽ. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകുന്നു നമ്മൾക്കൊപ്പം നിന്നുകൊണ്ട്. അരുൺ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? GK ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവനെ ഇപ്പോൾ ഈ കൊല്ലത്തെ വിജിലൻസ് ജഡ്ജ് S മോഹിത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ SITയുടെ വാഹനത്തിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ അടക്കമുള്ളവർ ഈ വാഹനത്തിലുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തെ ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇപ്പോൾ ഹാജരാക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് കോടതിക്ക് മുമ്പാകെ, ജഡ്ജിക്ക് മുമ്പാകെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ അഭിഭാഷകർ കൂടി ഇപ്പോൾ ഹാജരാകുന്നുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ അഭിഭാഷകർ പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, SITയുടെ അറസ്റ്റിലേക്ക് നയിച്ച, ലീഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിട്ടുള്ള കുറ്റങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും ഇനി പ്രധാനമായും കോടതിക്ക് മുമ്പാകെ, മജിസ്ട്രേറ്റിന് മുമ്പാകെ അന്വേഷണ സംഘം കൈമാറുക. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അദ്ദേഹം ഈ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളെ പോകുന്നു എന്നുള്ളതാണ്. ഈ 403, 406, 466, 467 എന്നീ വിവിധ കുറ്റങ്ങൾ പ്രകാരം അദ്ദേഹം, വകുപ്പുകൾ പ്രകാരം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.